ഇനി കൊല്ലത്തേക്കാണ് പോകുന്നത്. കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമാണ് ഇനി പരിശോധിക്കാനുള്ളത്. കല നിറയും കൊല്ലം. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കല നിറയും കൊല്ലം. പവേർഡ് ബൈ ജിടെക്. Co-powered by Happy in association with കൊശമറ്റം ഫിനാൻസ് ആൻഡ് സാന്റാ മോണിക്ക. ഇനി ഇരട്ടി സ്വർണം നേടാം അൽ മുക്തദിർ ജ്വല്ലേഴ്സ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. Happy peanut butter, a healthy source of protein. മാറ്റേറുന്ന വിശ്വാസം കൊശമറ്റം ഫിനാൻസ്. കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കോഴിക്കോടും തൃശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുന്നു. 152 പോയിന്റുമായി ഇരു ജില്ലകളും കുതിക്കുകയാണ്. ആകെയുള്ള 230 ഇനങ്ങളിൽ 44 ഇനങ്ങളാണ് ഇന്നലെ പൂർത്തിയായത്. ഇന്ന് 60 ഇനങ്ങൾ വേദിയിലെത്തും. പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്ത് 2 മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. മനീഷുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. കലോത്സവ വേദിക്കരികിൽ നിന്നും മനീഷ് പി ഉണ്ണി ചേരുന്നുണ്ട്. മനീഷ്, ഇന്ന് ജനപ്രിയ ഇനങ്ങളായ ഒപ്പന, തിരുവാതിര അടക്കമുള്ള മത്സര ഇനങ്ങൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ 44ഓളം മത്സരങ്ങൾ നടന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോഴിക്കോടും തൃശ്ശൂരും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് മത്സരം പുരോഗമിക്കുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ ഒന്നാം ദിവസം പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് കോഴിക്കോട് തന്നെ കിരീടം തിരികെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമോ? വിഷ്ണു, ഏതായാലും 62ാമത് കേരള സ്കൂൾ കലോത്സവം ഏതായാലും ഇന്ന് 2ാം ദിനമാണ്. പ്രധാനമായിട്ടും ഇന്നലെ നമ്മൾ കണ്ടു കലാപ്രതിഭകളൊക്കെ തന്നെ അതിഭയങ്കരമായിട്ടുള്ളൊരു പ്രകടനമാണ് വേദികളിലൊക്കെ തന്നെ കാഴ്ചവെച്ചത്. ഏതായാലും ഇപ്പോൾ കോഴിക്കോടും തൃശ്ശൂരുമാണ് പ്രധാനമായിട്ട് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രധാന വേദിയായിട്ടുള്ള ആശ്രമ മൈതാനത്തെ വേദി 1-ലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി മഴ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഒരു നല്ല മഴ പെയ്തു. ഇന്ന് രാവിലെയോടെ ഇപ്പോൾ ചെറുതായി ഒന്ന് പൊടിഞ്ഞുകൂടെ തുടങ്ങിയിട്ടുണ്ട് മഴ. ഏതായാലും നോക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രധാന വേദികളിലൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 9:30 കൂടിയായിരിക്കും ഏകദേശം മത്സരങ്ങളൊക്കെ തന്നെ തുടങ്ങുക. ഏതായാലും പ്രധാന വേദികളിലടക്കം, അതായത് വേദി 1-ലടക്കം 9:30 മത്സരങ്ങളൊക്കെ തന്നെ തുടങ്ങുക. ഏതായാലും ഇന്നത്തെ പ്രധാന വേദിയായിട്ടുള്ള വേദി 1-ലെ, അതായത് ആശ്രമ മൈതാനത്തെ വേദിയിൽ ഏതായാലും മോഹിനിയാട്ടം തന്നെയാണ് 9:30 കൂടി ഉണ്ടാകുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മറ്റ് മത്സരങ്ങളും ഉണ്ടാകും. ഏതായാലും 2 മത്സരമാണ് പ്രധാന വേദിയായിട്ടുള്ള ആശ്രമ മൈതാനത്ത് ഇന്നുണ്ടാകുക. ഏതായാലും ഒരു പോയിന്റ് നില നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ മത്സരത്തോടു കൂടി ഏതായാലും കോഴിക്കോടും തൃശ്ശൂരും 152 പോയിന്റുമായി ഇരു ജില്ലകളും കുതിക്കുകയാണെന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്. കോഴിക്കോടിന് അത് കഴിഞ്ഞ വിജയം അത് ഇനിയും കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അവരും ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ അടിപൊളിയായിട്ട് ഇവിടെ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഏതായാലും രാവിലെ ഇപ്പോൾ സമയം ആവുന്നതേ ഉള്ളൂ. ഏതായാലും 9:30 ഏകദേശം പ്രധാനമായിട്ടും ഇവിടെ മത്സരം തുടങ്ങുക. കുട്ടികളൊക്കെ തന്നെ ആ നേരം ആവുമ്പോഴേ എത്തുകയുള്ളൂ. ഏതായാലും ഇന്നലെ ഏകദേശം വെളുപ്പിനും മത്സരം പുരോഗമിക്കുകയായിരുന്നു. ആ നേരം വരെയും കുട്ടികൾ മത്സരത്തിനായി ഇവിടെ എത്തിക്കൊണ്ടിരുന്നു. ഏതായാലും സംഘനൃത്തമാണ് ഇന്നലെ ഇവിടെ അവസാനമായിട്ട് വേദി 1-ലുണ്ടായിരുന്നത്. വെളുപ്പിനോടെ ഏകദേശം ഒരു 3 മണിയോടെയൊക്കെ തന്നെ സംഘനൃത്തം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിഷ്ണു ശർമ്മ. മനീഷ്, അതോടൊപ്പം ഈ മനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാത്രി വൈകിയും മത്സര ഇനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം. ഈ നിശ്ചയിച്ച സമയത്ത് മത്സരങ്ങൾ ആരംഭിക്കാൻ വൈകുന്നത് ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടോ? വെളുപ്പിന് 3 മണിയോട് കൂടിയാണ് പല മത്സരങ്ങളും അവസാനിച്ചത് എന്ന് മനീഷ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ ഇന്നലെ പ്രധാനമായിട്ടും ഇന്നലെ ഉദ്ഘാടന ദിവസമായിരുന്നു. ഉദ്ഘാടന ദിവസം വേദി 1-ൽ 2 മത്സരം സംഘടിപ്പിച്ചിരുന്നു. രാവിലെ മോഹിനിയാട്ടം, ഉച്ച കഴിഞ്ഞ് സംഘനൃത്തം എന്നീ മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. നോക്കുകയാണെങ്കിൽ മോഹിനിയാട്ടം ഉദ്ഘാടന ശേഷം ആരംഭിക്കാൻ കുറച്ച് താമസിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. എന്നാലും മത്സരം നല്ല തകൃതിയായി നടന്നുകൊണ്ടിരുന്നു. കുട്ടികൾ അധികമായി ഉണ്ടായി. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ മത്സരം നിശ്ചയിച്ചിരുന്നതിൽ അതായത് 5:30-ക്ക് അടുത്ത സംഘനൃത്തം ആരംഭിക്കേണ്ടിയിരുന്നത്. അതും കഴിഞ്ഞ് ഏകദേശം വൈകിട്ടോടെ ആണ് സംഘനൃത്തം വേദിയിലേക്ക് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒത്തിരി പേർക്ക് മറ്റ് വേദികളിൽ പെർഫോമൻസ് ചെയ്ത കുട്ടികൾക്ക് ഈ വേദിയിലേക്ക് എത്താൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നു തന്നെ വേണം പറയാം. ഏതായാലും ഉദ്ഘാടന ദിവസം അത്തരത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു കുട്ടികൾക്ക് ഏകദേശം എത്താനൊക്കെ ഏതായാലും നമുക്കറിയാം ഇവിടുത്തെ ഒരു സ്ഥിതി, വേദിയിലേക്ക് എത്താനുള്ള ഒരു പ്രയാസമൊക്കെ ഉണ്ടായി. ഏതായാലും അത് എല്ലാ കലോത്സവ വേദികളിലും സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. ഏതായാലും ആ പ്രശ്നങ്ങളൊക്കെ തന്നെ സംഘാടകർ ഇന്നത്തെ ദിവസം മുതൽ പരിഹരിക്കുമെന്ന് നമുക്ക് കരുതാം. ഏതായാലും അത്തരത്തിൽ നമുക്ക് ഇത് പ്ലാൻ ചെയ്ത പോലെ അങ്ങനെ നടക്കുന്ന ഒന്നായി നമുക്ക് കരുതാൻ കഴിയില്ല. എന്നാലും സംഘാടകരുടെ പിഴവ് തന്നെയാണ്. പ്രധാനമായിട്ടും കുട്ടികൾ എത്തുന്നതനുസരിച്ച് അവരുടെ ഒരു സാന്നിധ്യമൊക്കെ അനുസരിച്ച് വേണം ഇത്തരത്തിൽ മത്സരങ്ങളൊക്കെ തന്നെ പ്ലാൻ ചെയ്യാനായിട്ട്. അത്തരത്തിൽ ഇന്ന് മുതൽ, അതായത് കലോത്സവത്തിൻ്റെ 2ാം ദിനം ഏതായാലും മത്സരം ഇന്നും ഈ വേദിയിൽ 2 മത്സരം, മറ്റ് വേദികളിൽ 24 വേദികളിലായി മറ്റു മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇന്നത്തെ ഈ വേദി 1-ൽ 2 മത്സരങ്ങളും ഏതായാലും 9:30-യോടെ പ്രധാനപ്പെട്ട മോഹിനിയാട്ട മത്സരം ഇന്നും ആരംഭിക്കുമെന്ന് അറിയുന്നുണ്ട്. അതിനുശേഷം 3:30-യോട് കൂടിയായിരിക്കും ഒപ്പന മത്സരമാണ് വേദി 1-ൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുകയെന്നും അറിയുന്നുണ്ട്. എന്തായാലും ഇന്ന് ഏകദേശം കുട്ടികളൊക്കെ തന്നെ 9:30-യോടെ എത്തും. അതിനുശേഷം മത്സരം ആരംഭിച്ച ശേഷം കൂടുതൽ വിശേഷങ്ങൾ ജനം ടിവിയിലൂടെ അറിയാൻ കഴിയുമെന്നും ഇപ്പോൾ പ്രധാനമായിട്ടും പറയാം. വിഷ്ണു. യെസ്, ഇന്ന് ഒപ്പനയും തിരുവാതിരയും അടക്കമുള്ള ജനപ്രിയ ഇനങ്ങൾ വേദിയിലേക്ക് എത്തുകയാണ്. മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നതിനായി വിദ്യാർത്ഥികളെല്ലാം തന്നെ തയ്യാറെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയാണ് ഇപ്പോൾ പോയിന്റ് നിലയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഒപ്പം തൃശ്ശൂരും ഉണ്ട്. ഈ 2 ജില്ലകളും തമ്മിലുള്ള ഒരു പോരാട്ടം ഇനിയുള്ള ദിവസങ്ങളിലും കാണാൻ സാധിക്കും. പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകൾ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. എല്ലാവരും പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തുന്നതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഉള്ളത്. മനീഷ് പി ഉണ്ണിയാണ് കലോത്സവ വേദിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.